പഴുത്ത പഴം കൊണ്ട് നമ്മൾ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പലഹാരം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാകുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സറിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പഴത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ മൈദയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു 1/2 കപ്പ് മതിയാകില്ല. നമുക്ക് ഏകദേശം 1 കപ്പോളം ഗോതമ്പ് പൊടി ആവശ്യമായിട്ട് വരും. പക്ഷേ ആദ്യമേ ചേർക്കുന്നതിന് പകരം ഇതുപോലെ ബാച്ചായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. 1/2 കപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് കൂട്ട് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്നും കൂടെ നീഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കണം. ടക്ക് ചെയ്തെടുക്കാനാണ് പറയുക. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പുറമേ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് പുറമേ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം. 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ലപോലെ തന്നെ പൊങ്ങി വന്നോളും. ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് ഇത്രയും സമയം. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രം മതി. അതിനനുസരിച്ച് ടൈം വെച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ടാവുന്നുണ്ടെങ്കിൽ അത്രയും സമയം വെച്ചാൽ മതി. അതിനുശേഷം ഇത് പരത്തിയെടുക്കാം. നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം പലകയിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്ത് മുഴുവൻ കൂട്ടും വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ്. അതുപോലെ തന്നെ പറ്റി പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടല്ല, ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ കട്ടർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറും, ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് അനക്കാതെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നല്ല പോലെ തന്നെ പൊങ്ങി വരും. എന്നിട്ട് എണ്ണയുടെ മുകളിലേക്ക് വരും. ആ ഒരു സമയത്ത് മാത്രം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത് നമ്മൾ സാധാരണ ഡോനറ്റൊക്കെ ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഡോനറ്റിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം ചേർത്തിട്ടുള്ള മിനി ഡോനറ്റ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത്രയും ആയാൽ മതി. ഇത്രയും ആകുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിതിപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിലാകെ കൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ഇതിൻ്റെ റസ്റ്റിംഗ് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം.
ഇതിങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രുചി ഒന്നും കൂടെ കൂടാനായിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരത്തിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം ഒന്ന് ചോക്ലേറ്റിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പുറമേ ഒരു ലെയർ പോലെ കിട്ടിക്കോളും. ഇതിൻ്റെ ചൂടാറി വരുമ്പോഴേക്കും നല്ല പോലെ തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും. പുറമേ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം ചേർത്തിട്ടുള്ള മിനി ഡോനറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. ഇതിൽ പഴം ചേർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.